അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ പ്രദേശത്ത് ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കി. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്ത് നിന്ന് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയാണ്. ദുരന്തഭൂമിയിൽ സേവാപ്രവർത്തനവുമായി സ്വയം സേവകരും സജീവമാണ്. അതേസമയം BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് ബാഗുകൾ വിട്ടുകിട്ടുന്നതിനായി മെഡിക്കൽ വിദ്യാർത്ഥികൾ സംഭവസ്ഥലത്ത് എത്തി. ജിഷ്ണു കൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. അഹമ്മദാബാദിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വിമാനം തകർന്നു വീണിട്ടുള്ള പ്രദേശത്ത് വിവിധ ഏജൻസികളുടെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ രാവിലെ മുതൽ ഫോറൻസിക് വിഭാഗവും കൂടാതെ ATS-ഉം ദേശീയ അന്വേഷണ ഏജൻസിയും ഉൾപ്പെടെ വിവിധ ഏജൻസികൾ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഈ തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടങ്ങളുടെ ഭാഗങ്ങളുമെല്ലാം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഓരോ ഭാഗങ്ങളും നീക്കം ചെയ്തുകൊണ്ട് അതിനടിയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മനുഷ്യജീവനുകളുണ്ടോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടത്തുന്നു. അവിടെ JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. മറ്റു രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി ഫോറൻസിക് വിഭാഗവും ഒപ്പം NSGയും ATS-ഉം ദേശീയ അന്വേഷണ ഏജൻസിയും ഉൾപ്പെടെ ഈ പ്രദേശത്ത് നിന്ന് നിലവിൽ മടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ളത് ഒന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം ഈ പ്രദേശത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇളവ് വന്നതോടുകൂടി ഈ വിമാനം തകർന്നു വീണ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ താമസിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ബാഗും മറ്റ് സാധനങ്ങളുമെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നതിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെയും വളരെ ചെറിയ ഗ്രൂപ്പുകളായി മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെയും 3-4 ആളുകൾ മാത്രം അകത്തുപോയി അവരുടെ ബാഗുകളും മറ്റു സാധനങ്ങളും എടുക്കുന്നതിനുള്ള അനുമതി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അവർ അവരുടെ ബാഗുകൾ എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് അപകടം നടന്ന പ്രദേശം ഇന്നലെ രാത്രി ഈ ഒരു പ്രദേശത്തിൻ്റെ ദൃശ്യം എന്നുള്ളത് വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ രാത്രി നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴുണ്ടായിരുന്ന ആ കാഴ്ച. ആ വിമാനം തകർന്നു വീണ ഒരു അഗ്നിഗോളമായി ഈ കെട്ടിടങ്ങൾക്കിടയിലേക്ക് വീണ നമുക്ക് കെട്ടിടത്തിൻ്റെ കൂടി ദൃശ്യങ്ങൾ കാണാം. ആ കെട്ടിടത്തിൻ്റെ ഇടയിലേക്കാണ് വിമാനം എയർ ഇന്ത്യ വിമാനം ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഈ ടേക്ക് ഓഫിന് മിനിറ്റുകൾക്കുള്ളിൽ ഒരു തീഗോളമായി തകർന്ന് വീണത്. അതിൽ വിമാനത്തിലുണ്ടായിരുന്ന 241 യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ 241 പേരും കൂടാതെ ഈ ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ അത്തരത്തിൽ 290-ലധികം മരണം നിലവിൽ ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം 500 മീറ്റർ അകലെ സിവിൽ ആശുപത്രിയിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ DNA പരിശോധന നടത്തിക്കൊണ്ട് മൃതദേഹം തിരിച്ചറിയുന്നതിനും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിക്കൊണ്ട് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനായി മരിച്ചവരുടെ ബന്ധുക്കൾ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ പരിക്കേറ്റവരും ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. 60-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. 20-ലധികം പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായി മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും രക്ഷാപ്രവർത്തനങ്ങളുമാണ് അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട നമ്മുടെ സേനകളും ഏജൻസികളും ഗവൺമെൻറ് സംവിധാനങ്ങളും നടത്തിയിട്ടുള്ള. ഏതായാലും ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേന അവിടെ ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വയം സേവകരുൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഒപ്പം സേവാ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നാടിനെ നടുക്കിയ ഈ ഒരു വേദനയെ ഈ ഒരു ദുരന്തത്തെ മറികടക്കുന്നതിനും അതിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെയും ഭാഗമായി നിലകൊള്ളുന്നത്. ഇപ്പോൾ ഇവിടേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചെറിയ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതിൽ ഈ കെട്ടിടത്തിനുള്ളിൽ താമസിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഉള്ളിലേക്ക് പോകുന്നതിനും ബാഗുകൾ എടുക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം അഹമ്മദാബാദ് നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഗതാഗത നിയന്ത്രണത്തിലും വലിയ രീതിയിലുള്ള ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ അപകട മേഖലയിലേക്കുള്ള റോഡ് മാത്രമാണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുള്ളത്. ഇവിടെ മാധ്യമപ്രവർത്തകർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഈ കെട്ടിടത്തിൻ്റെ മുൻപിൽ ഈ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് വരാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ഏതായാലും രാജ്യത്തെ നടുക്കിയിട്ടുള്ള ദുരന്തം നടന്നിട്ട് 30 മണിക്കൂറിലധികം പിന്നിടുന്നു. വളരെ കാര്യക്ഷമമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചിപ്പിച്ചത് ഈ
ഈ വിമാനത്തിലുണ്ടായിരുന്ന ആരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം പോലും നൽകാതെ അതിവേഗതയിൽ വലിയ ആഘാതമുണ്ടാക്കിക്കൊണ്ടാണ് ഈ അപകടം നടന്നത്. സാധ്യമായതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ സാധ്യമായ എല്ലാ റെസ്ക്യൂ ഓപ്പറേഷനും ഇടപെടലുകളും ഇവിടെ നടക്കുന്നു. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേന പ്രദേശത്ത് ഈ വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റുകയാണ്. അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്നും ഉണ്ണിക്ക് വാര്യർക്കൊപ്പം കൃഷ്ണൻ, ജനം.